സംസ്ഥാനത്തെ ദേശീയപാതകളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള കേന്ദ്ര സംഘം കേരളത്തിലെത്തി. ദേശീയ ഹൈവേ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ഉൾപ്പെട്ട സംഘമാണ് തലസ്ഥാനത്തെത്തിയത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തി. സംസ്ഥാനത്തെ വിവിധ ദേശീയപാത പദ്ധതികളുടെ പുരോഗതി സമഗ്രമായി വിലയിരുത്തുന്നതിന് ഉന്നതതല അവലോകന യോഗവും ചേരും. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘം കേരളത്തിലെത്തിയത്. വിവിധ പദ്ധതി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം. ദേശീയ ഹൈവേ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ഉൾപ്പെട്ട സംഘമാണ് കേരളത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം എത്തിയ ചെയർമാൻ വിവിധ ജില്ലകളിലെ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഈഞ്ചക്കൽ, കഴക്കൂട്ടം, ചെമ്പകമംഗലം എന്നിവിടങ്ങളിലും കൊല്ലം ജില്ലയിൽ കൊട്ടിയം, മേവറം തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലും ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. ഭൂഘടനാപരമായി ലോലമായതും ജലവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾക്ക് സാധ്യതയുള്ളതും മലിനജല നിർമ്മാർജ്ജന സംവിധാനങ്ങളോട് ചേർന്ന് കിടക്കുന്നതുമായ പ്രദേശങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഗുണനിലവാരമുള്ള റോഡ് നിർമ്മിക്കുന്നതിനും പൊതുജന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും മുൻഗണന നൽകുമെന്ന് ചെയർമാൻ അറിയിച്ചു. ഒപ്പം സംസ്ഥാനത്തെ വിവിധ ദേശീയപാത പദ്ധതികളുടെ പുരോഗതി സമഗ്രമായി വിലയിരുത്തുന്നതിന് ഉന്നത അവലോകന യോഗവും ചേരും. യോഗത്തിൽ NHAI പ്രോജക്ട് ഡയറക്ടർമാർ, കൺസഷണർമാർ, കൺസൾട്ടന്റുമാർ, കരാറുകാർ എന്നിവരും പങ്കെടുക്കും. ദേശീയപാത പദ്ധതിയുടെ സമയപരിധി ത്വരിതപ്പെടുത്തുക, റോഡുകളുടെ നിർമ്മാണ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, പൊതുജനങ്ങളുടെ അസൗകര്യം കുറയ്ക്കുക എന്നിവയാകും യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അതോടൊപ്പം ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ഇന്ന് ചീഫ് സെക്രട്ടറി A. ജയതിലകുമായി കൂടിക്കാഴ്ച നടത്തും. ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം, വ്യവസ്ഥാപിത തടസ്സങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധികൾ, സ്വതന്ത്ര എഞ്ചിനീയർ, തിരുവനന്തപുരം പ്രോജക്ട് ഡയറക്ടർ, കേരളത്തിലെ NHAI പ്രാദേശിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സാങ്കേതിക വിദഗ്ധരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. ജനം, തിരുവനന്തപുരം.